ഹലോ, നമസ്കാരം. ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. വിപിനാണ്. പിന്നെന്താണ് എന്താ വീഡിയോ എവിടെയാണ്? നമ്മൾ മൂന്നാർ യാത്രയുടെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ചട്ടമൂന്നാർ എന്ന സ്ഥലമുണ്ട്. ചട്ടമൂന്നാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഇനി കേൾക്കാത്തടയ്ക്കുണ്ടെങ്കിൽ ഈ മറയൂർ പോണ വഴി അപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. മറയൂർ എത്തുമ്പോൾ ചെക്ക് പോസ്റ്റ് കാണാം. അതാണ് ചട്ടമൂന്നാർ. ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിയേ, തേയിലത്തോട്ടം നോക്കിയേ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ചട്ടമൂന്നാർ സിറ്റി. സിറ്റി ഒന്നുമില്ല കേട്ടോ, നല്ല തിരക്കില്ലാത്ത നല്ല ചെറിയ കടകളുള്ള നല്ലൊരു സ്ഥലം. പിന്നെ ദേ ഈ കാണുന്നത് ഒരു ഹോട്ടലാണ്. ഞാൻ കണ്ടപ്പോൾ ഒരു ഹോട്ടൽ ഇപ്പോൾ ഇത് മാത്രമാണ്. അപ്പോൾ അതേ ഒരു ചെറിയൊരു വഴി പോകുന്നുണ്ട് തേയിലത്തോട്ടത്തിന് നടക്കണം. നമ്മളിപ്പം കുറച്ച് നേരത്തെ ടാർട്ട് റോഡ്, അപ്പോൾ അത് നേരത്തെ കണ്ട കടകളായിട്ട് സ്ഥലമല്ലേ. അപ്പോൾ അവിടെ നിന്ന് ടാർട്ട് റോഡ് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് ടാർട്ട് റോഡ് ഇത് കാണുന്ന തേയിലത്തോട്ടത്തിൻ്റെ ഇടകടെ കുറച്ചിങ്ങനെ പോകും. എന്നിട്ട് നമ്മുടെ താമസ സ്ഥലത്ത് എത്താം. പിന്നെ ഈ കാണുന്നത് വേണ്ട ലയങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടകടെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ലയങ്ങൾ കാണാം. അങ്ങനെ അതെ ഈ വഴി ഇങ്ങനെ കുറച്ചങ്ങോട്ട് കയറി ചെന്നത് നമ്മുടെ സ്പോട്ട് എത്തിയിട്ടാ. പിന്നെ അവിടെ നമ്മുടെ കോളീസ് കിടക്കുന്നുണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ നോക്കിയേ, സൈഡൊക്കെ നോക്കിയേ തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കണ്ടില്ലേ, ശരിക്കും ഇടയിൽ നമ്മുടെ താമസ സ്ഥലം വേണ്ട. നല്ല കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഒരു കുഞ്ഞേരോടുമ്പല പോലെ അല്ലേ. അപ്പോൾ ആ വീടിന് മുറ്റം കണ്ടില്ലേ നിങ്ങൾ. പിന്നെ അവിടുത്തെ രാത്രികാല കാഴ്ചകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. പിന്നെ പുറത്ത് നല്ല തണവുണ്ട്. പിന്നെ വരുന്നത് ചുറ്റും തേയിലത്തോട്ടം, വേറെ ഒന്നും ചുറ്റും ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ആകെ കേൾക്കണം ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് മാത്രം. അത് കേൾക്കാണ്ടല്ലോ ഒരു നല്ലൊരു സുഖം തന്നെയാട്ടോ. ഈ സൈലൻ്റ് ഭാഗത്ത് ഇങ്ങനെ വെള്ളം മുഴുകണ സൗണ്ട്, അത് നമുക്ക് എവിടെയെന്ന് അറിയില്ലേ വെള്ളച്ചാട്ടം എന്നുള്ളത്. പക്ഷേ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് ഭയങ്കര രസം തന്നെ. നമുക്ക് എവിടെയെന്ന് അറിയണം ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോണ്ടല്ലേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, അതപ്പോൾ ഒരു രസം തന്നെയല്ലേ. പിന്നെ കണ്ടില്ലേ ചെടിത്തോട്ടങ്ങളുടെ 5 കളി കേട്ടോ. ഫുൾ ഗാർഡൻ അവിടെ നല്ല രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ ചുവപ്പ് ലൈറ്റ് കണ്ട അങ്ങനെ. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് നമുക്കിരുന്ന് പുറത്തിരുന്നിട്ട് നല്ല ഗാർഡനിലൊക്കെ ഇരുന്നിട്ട് അവിടെ പുറത്ത് നോക്കിയിട്ട് ഇന്ന് ഭക്ഷണം കഴിക്കാം. പിന്നെ ഫുഡൊക്കെ നമുക്കിവിടെ അത്യാവശ്യം പറഞ്ഞാൽ അവർ വെച്ച് തരും കേട്ടോ. പിന്നെ വലിയ ഫുഡൊന്നും നമ്മൾ പിന്നെ അന്ന് ചോദിച്ചില്ല. നമ്മൾ അത് കിട്ടുമോയെന്ന് അറിയില്ല. നമ്മൾ നമ്മുടെ ഉള്ള ബഡ്ജറ്റിൽ ചെറിയൊരു മെനു പറഞ്ഞു, അത് കഴിച്ചു. പിന്നെ ഞാൻ നേരത്തെ ഒരു ഹോട്ടൽ കാണിച്ചു തന്നില്ലേ, അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഫുഡ് മേടിക്കാറ്. വൈകുന്നേരങ്ങളിൽ ഇവർ വെച്ച് തരുന്ന ഭക്ഷണങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇവർ വെച്ച് തരുന്ന ഫുഡും തിരക്കേടില്ല കേട്ടോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കുന്ന ആ കടയുണ്ടല്ലോ ഹോട്ടൽ, അവിടെ ഒന്നും കുഴപ്പമില്ല. നല്ല ചെറിയ ഹോട്ടലാണെങ്കിലും നല്ലൊരു ഫുഡാണ് അവിടെ കിട്ടുന്നത്. ഞാൻ ഇഡ്ഡലിക്ക് മേടിക്കാറ്. അതുപോലെ കുറച്ച് കടികളൊക്കെ ഉണ്ടാവാറുണ്ട്, ഇഡ്ഡലി വെള്ളപ്പം അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ കാലത്ത് അവിടെ പോയി മേടിച്ചിട്ട് റൂമിൽ കൊണ്ടു വച്ചിട്ട് കഴിക്കാറ്. എന്ന് വെച്ചാൽ ഇത്തിരി സ്ഥല സൗകര്യമുണ്ട്. നേരത്തെ കാണിച്ചതിൻ്റെ ചെറിയ ഹോട്ടലാണ്, അപ്പോൾ നമ്മൾ റൂമിൽ വന്ന് കഴിക്കാറ്. പിന്നെ നിങ്ങൾ ഈ ഒരു ഭാഗം കണ്ട വീഡിയോ നല്ല രീതിയിൽ ഷെയ്ക്ക് ആവുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാലുണ്ടല്ലോ ഇത്തിരി അത്യാവശ്യം തണവുണ്ട്, അപ്പോൾ ഒന്ന് കൈ വറയ്ക്കുന്നുണ്ട്. പിന്നെ നോക്കിയാൽ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവിടെ മൂന്നാറിൽ പടയപ്പ എന്ന് പറഞ്ഞ ആനയുണ്ടല്ലോ, ആ ആന വന്നിട്ട് ഈ വഴിക്ക് നമ്മൾ ഈ വണ്ടി നമ്മുടെ കോളിസിട്ട വഴിക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ ചക്കയൊക്കെ അവിടുത്തെ പ്ലാവിലത്തെ ചക്കയെടുത്ത് തിന്ന്. പിന്നെ അവിടെ ഒരു മാവുണ്ട്, അവിടുത്തെ മായൊക്കെ പൊട്ടിച്ച് കഴിച്ച് തിരിച്ച് നീ പോണ ആ വഴി ഉണ്ടാകും. അങ്ങനെ കഴുകി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വഴിക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. നമ്മളെ ഇവിടുത്തെ താമസ സ്ഥലത്ത് ആൾ പറഞ്ഞാണ് കേട്ടോ. ഈ കാണുന്ന ഗേറ്റ് ഉണ്ട്, ഈ ഗേറ്റിൻ്റെ കൂടി നമുക്ക് ഇങ്ങോട്ട് കിടക്കുക. അപ്പോൾ ഗേറ്റൊക്കെ തല്ലിപ്പൊളിച്ച് വന്നിട്ട് ആൾ ഇങ്ങോട്ട് കയറി ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടുത്തെ ഗാർഡനൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നോക്കി കണ്ടാലോ. കണ്ടില്ലേ ഫുൾ പച്ചപ്പ് കണ്ട. വണ്ടി നമ്മുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോളേജ് ഇവിടെ നിന്ന് കയറി വഴിക്കുന്ന അങ്ങനെ പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ, വണ്ടികൾ പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ചെടിത്തോട്ടത്തിൻ്റെ ഇടയിൽ
പോലീസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാലത്ത് തന്നെ എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല തണവുണ്ട് കേട്ടോ. അപ്പോൾ കൈയൊക്കെ ഒന്ന് വറക്കാനുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ നടക്കുന്നതിനിടയിൽ ഒന്ന് ഷെയ്ക്ക് ആവണുണ്ട്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാം. അപ്പോൾ തണവ് നല്ല രീതിയിലുണ്ട്. വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായി കാണിക്കണല്ലേ, നല്ല വിഷമമുണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇവിടുത്തെ ചെടിത്തോട്ടങ്ങൾ കണ്ടില്ലേ, അപ്പോൾ ഇവർ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അതിൽ ഫുള്ള് കുറേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ നല്ലോണം നോക്കുന്നുണ്ട് ചെടികളൊക്കെ. ഗാർഡൻ വാലി എന്നും കണ്ടെന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ പേര് വരുന്നത്. പേര് പോലെ തന്നെ ഗാർഡൻ തന്നെയാണ് കേട്ടോ അവിടെ. നോക്കിയേ, ചെടിച്ചട്ടിലൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നത് പൂക്കൾ ഉണ്ടല്ലേ, എന്ത് രസമല്ലേ. ഈ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊരു സന്തോഷമാണ് പറയുന്നത് കാണുമ്പോൾ. പൂക്കൾ കാണുമ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകുമല്ലേ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് കണ്ടില്ലേ ഈ മലനിരകളും ഗാർഡനും തേയിലത്തോട്ടങ്ങളൊക്കെ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമൊന്ന് പോയി കണ്ടല്ലേ, ഫുഡ് അടിക്കട്ടാ. ഈ വഴിക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് കണ്ടത് ഇതിലൊക്കെ ഇവിടെയൊക്കെ ഫുള്ള് ചെടികൾ വെച്ചിരിക്കുക കണ്ടില്ലേ. പിന്നെ ഇതുവരെ ഓഫീസ് റൂമാണെന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്ത് രസം അങ്ങനെ ചെടികളുടെ ഇടയിൽ പോയി നടക്കാൻ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് എത്തിയിട്ടാണ്. അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയാണ് കണ്ടില്ലേ. അപ്പുറത്തുണ്ട് ഫുൾ ഗാർഡനും കാര്യങ്ങളും. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അതിൻ്റെ സൈഡിലുണ്ട് കേട്ടോ തേയിലത്തോട്ടങ്ങൾ. അത് ശരിക്കും എടുത്തില്ല ഞാൻ. ഇപ്പോൾ ഇവിടെ ചേച്ചി ചെയ്യണ്ട. അപ്പോൾ ഇവിടെ ചേച്ചി ഇവിടെ ക്ലീനിങ്ങിനും കാലത്ത് ഞങ്ങൾക്കൊരു കട്ടൻ ചായയൊക്കെ വെച്ച് തന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ ഫുഡൊക്കെ വെച്ചിരുമ്പോൾ മൂപ്പര് കാലത്താണ് വന്നത്. അപ്പോൾ ചെയ്യണ്ട അവിടെ അറ്റത്ത് കണ്ട തേയിലത്തോട്ടം കണ്ട. അപ്പോൾ ഇങ്ങനെ ഇവിടെ ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലൊരു ചെറിയ കെട്ടിടം പണിതിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്താണ് കുറച്ച് 1-2 റൂമാണ്. ഇവിടെ അത്ര റേറ്റ് ഇല്ല കേട്ടോ. ഇത്തിരി ചെറിയ റൂമുകളാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ സൈഡിലാണ് തേയിലത്തോട്ടം. അപ്പോൾ ഇവിടെ ചെറുകിട റൂമുകളാണ് വരുന്നത്. അധികം കുറച്ചും കൂടി പൈസ കുറവാണ്. അത് ഇത്തിരി വലിപ്പം കുറവുണ്ട്. അപ്പോൾ ഈ റൂമൊക്കെ ആൾക്കാർക്ക് ഇത്തിരി കുറവാണെങ്കിൽ നമുക്കിത് മതി. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ ഒക്കെ ഭാഗം ഉണ്ട്. ഇത്രയൊക്കെ ഉണ്ട് കണ്ട. 2 കട്ടിൽ കേടാ. ഇതങ്ങനെയൊക്കെയാണ്, കുഴപ്പമില്ല. അപ്പോൾ അത്യാവശ്യം നമ്മളെ ബഡ്ജറ്റിനൊത്ത നല്ല റൂമുകൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരക്കില്ലാത്ത ടൈമിലൊക്കെ വരണം. അപ്പോൾ കുറച്ചും കൂടിയും നല്ല കുറച്ച് പൈസ കുറച്ചൊക്കെ ഒരു തരും. പിന്നെ ഈ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അവരെ ഒരു പൈസ കുറവ് നമ്മൾ ചോദിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വന്നപ്പോൾ കണ്ടപ്പോൾ മൊത്തത്തിൽ ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അത് ഒന്ന് കാണിച്ചു തരാൻ തോന്നി. നിങ്ങളൊക്കെ ഈ വഴിക്കൊക്കെ ഒന്ന് വരുമ്പോൾ ഒന്ന് ഇവിടെ കയറി നോക്ക്. നിങ്ങൾക്ക് ബഡ്ജറ്റിനൊത്ത നല്ല റൂമുകൾ കിട്ടും. അപ്പോൾ ഈ സൈഡിൽ വരുന്ന റൂമുകളൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം ഒരു ആവറേജിന്. പിന്നെ നമ്മൾ താമസിച്ച ഭാഗം അത് അത്യാവശ്യം ഇത്തിരി കളറാണ് കേട്ടോ. അവിടെ ഇത്തിരി കുറച്ച് കാശ് കൂടുതലാണ്. എന്നാലും വലിയ കാശ് കൂടുതലൊന്നുമില്ല കേട്ടോ. ഒരു ആവറേജ്, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഇപ്പോൾ പൈസയ്ക്ക് നമുക്ക് റൂം തന്നു. ഇത് ഇപ്പോൾ ഈ കാണിച്ചത് കുറച്ചും കൂടി കുറവ്. അത് നമ്മുടെ റൂമിൻ്റെ പൈസ ഒന്നും എപ്പോഴും എത്രയെന്ന് പറയുന്നില്ല. എന്നാലും നിങ്ങൾക്ക് തിരക്കേടില്ലാത്ത നല്ല ബഡ്ജറ്റിന് ഇവിടെ റൂം കിട്ടും. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനസ്സമാധാനം, തിക്കും തിരക്കും ബഹളങ്ങളും ഇല്ല കണ്ട. നല്ല പ്രകൃതി ഭംഗിയുടെ ഇടയിൽ ഈ ഒരു റൂമുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച റൂം നിങ്ങൾ കണ്ടില്ലേ, ഉള്ളൊക്കെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അത്യാവശ്യം ബാത്റൂം. അപ്പോൾ നമ്മളത് പുറത്തേക്ക് വന്നത്, പുറത്തെ കാഴ്ചകളെല്ലാം കണ്ടാൽ മതി. അതിമനോഹരമാണ്. നമ്മൾ വീഡിയോയിൽ എത്രമാത്രം ഭംഗിയായി നമുക്ക് അറിയില്ല, പക്ഷേ അടിപൊളിയാട്ടാ. അപ്പം നമ്മളിവിടുത്തെ സ്പോട്ടിൻ്റെ നമ്പറൊന്നും കൊടുക്കുന്നില്ല. നിങ്ങൾ മൂന്നാറിന്ന് മറയൂർക്ക് വരുമ്പോൾ ചട്ടമൂന്നാറിന് സ്ഥലം കിട്ടും. ചട്ടമൂന്നാർ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ തന്നെ ഇതിൻ്റെ നെയിം ബോർഡ് കാണാം. അപ്പോൾ ഇങ്ങനത്തെ പ്രകൃതിയുടെ നല്ല മനോഹര ദൃശ്യങ്ങൾ കാണാനും യാത്രകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനും ശിവസ്മൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വയ്ക്കുക. ഈ വീഡിയോ കണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ താമസ സ്ഥലം ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നിർത്തട്ടെ.